നമസ്കാരം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ എല്ലാ മേഖലകളിലും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക രംഗത്ത് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ മാറി. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികളിലൂടെ തദ്ദേശീയ ഉൽപാദനത്തിനും സാങ്കേതിക വിദ്യയിലും രാജ്യം വലിയ മുന്നേറ്റം നേടി. പ്രതിരോധ മേഖലയിൽ ആധുനിക ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന നിലയിലേക്ക് ഇന്ത്യ വളർന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഡിജിറ്റൽ സാക്ഷരതയിലും വലിയ വിപ്ലവങ്ങൾ സംഭവിച്ചു. ഈ വളർച്ചയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് സൗരോർജ്ജ മേഖലയിൽ ഇന്ത്യ നേടിയ ചരിത്രപരമായ നേട്ടം. ഇപ്പോഴത്തെ ഇന്ത്യയുടെ സൗരോർജ്ജ മേഖലയിൽ നിർണായകമായൊരു നാഴികക്കല്ല് പിന്നിട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. രാജ്യത്തിന്റെ സോളാർ PV മൊഡ്യൂൾ നിർമ്മാണ ശേഷി 100 ജിഗാവാട്ടിലെത്തി. 2014 കേവലം 2.3 ജിഗാവാട്ട് മാത്രമായിരുന്ന സ്ഥാനത്ത് നിന്നാണ് ഈ റെക്കോർഡ് നേട്ടം. ആത്മനിർഭർ ഭാരത് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിനും ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങൾക്കും ഇതൊരു വലിയ അംഗീകാരമായി മാറിയിരിക്കുകയാണ്. കേന്ദ്ര ഊർജ്ജ പുനരുപയോഗ ഊർജ്ജ മന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഈ ചരിത്ര നേട്ടം പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണവും ഹൈ എഫിഷ്യൻസി സോളാർ മൊഡ്യൂളുകൾക്കുള്ള പ്രൊഡക്ഷൻ ലിങ്ക്സ് ഇൻസെന്റീവ് പദ്ധതി പോലുള്ള വിപ്ലവകരമായ നയങ്ങളും ഈ നേട്ടത്തിന് പിന്നിലുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2030 500 ജിഗാവാട്ട് ഫൂസിൽ ഇതര ഊർജ്ജ ശേഷി എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു നിർണായക ചുവടുവെപ്പായാണ് ഈ നേട്ടത്തെ കാണുന്നത്. 2014 2.3 ജിഗാവാട്ട് ആയിരുന്ന സോളാർ മൊഡ്യൂൾ നിർമ്മാണശേഷി അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് മോഡൽസ് ആൻഡ് മാനുഫാക്ചേഴ്സ് പട്ടിക പ്രകാരം ഇപ്പോൾ 100 ജിഗാവാട്ടായി ഉയർന്നു. ഇത് ഏകദേശം 40 മടങ്ങ് വർധനവാണ്. 2021 ALMM പട്ടികയിൽ 21 നിർമ്മാതാക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് 100 വർദ്ധിച്ചു. 123 ഉൽപാദന യൂണിറ്റുകളാണ് നിലവിൽ ഈ നിർമ്മാതാക്കൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്നത്. 2021 8.2 ജിഗാവാട്ട് ശേഷിയോടെയാണ് ALMM പട്ടിക ആരംഭിച്ചത്. വെറും 4 വർഷം കൊണ്ട് ഈ ശേഷി 12 മടങ്ങ് വർദ്ധിച്ച് 100 ജിഗാവാട്ടിലെത്തി. ഈ നീക്കം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം ആഗോള വിപണിയിലേക്ക് സോളാർ മൊഡ്യൂളുകൾ കയറ്റുമതി ചെയ്യാനും ഇന്ത്യക്കിനി കഴിയും. ഹൈ എഫിഷ്യൻസി സോളാർ PV മൊഡ്യൂളുകൾക്കായി സർക്കാർ നടപ്പാക്കിയ പ്രൊഡക്ഷൻ ലിങ്ക്സ് ഇൻസെന്റീവ് പദ്ധതിയുടെ വിജയമാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം. സോളാർ മൊഡ്യൂൾ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിച്ച ഈ നാഴികക്കല്ല് രാജ്യത്തിന്റെ സാമ്പത്തികവും പാരിസ്ഥിതികവുമായ പുരോഗതിക്ക് വലിയ സംഭാവന നൽകും. ശുദ്ധമായ ഊർജത്തിലേക്കുള്ള ലോകത്തിന്റെ പരിവർത്തനത്തിൽ ഇന്ത്യ ഒരു പ്രധാന പങ്കാളിയായി മാറുന്നതിന്റെ സൂചന കൂടിയാണിത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.